സാധാരണ വ്യാകരണക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കർത്താവ് ക്രിയ കർമ്മം, കർത്താവ് കർമ്മം ക്രിയ എന്നുള്ളതിന് പകരം കർത്താവ് ക്രിയ കർമ്മം, അതായത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഭാവിയാണ് അയാൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത് ഓരോ മനുഷ്യ ജീവികളും എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നൊരു സിനിമയാണിത്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളിലൂടെയാണ് മനുഷ്യർ പലപ്പോഴും കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രവും അതുപോലെ ഒരു ജന്മത്തിൽ തന്നെ പല പല വേഷങ്ങൾ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ അയാളുടെ ജീവിതം പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നന്മയുള്ള കാര്യങ്ങളിൽ നന്മ കിട്ടും എന്ന പോലെ തന്നെ തിന്മയിലേക്ക് തിന്മ കിട്ടുമെന്ന് പറയുന്ന ഒരു ഭാരതീയ തത്വസംഹിതയിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവസാനം അദ്ദേഹം എല്ലാം പലതും പലയിടത്തുനിന്നും അദ്ദേഹത്തിൻ്റെ താൽക്കാലിക സന്തോഷങ്ങൾ നേടുകയും അവസാനം വരുമ്പോൾ അവസാനത്തെ സീനിൽ ആ കുട്ടികൾ, ഏതു മനുഷ്യനും അതെ എന്തെല്ലാം അഭിനമിച്ചു കഴിഞ്ഞാലും അവനിൽ ഒരു പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും അവരെ ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നുള്ളൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ആ പിതൃത്വം ആ വ്യക്തിയെ ആകെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെയുള്ള ഒരു വ്യക്തിയുടെ രൂപമല്ല ഒരു പിതാവ് എന്നുള്ളതിൽ നമ്മൾ കാണുന്നത്. മേ ബി അതിൻ്റെ ഒരു നിരാശയായിരിക്കാം, ജീവിതം ഇങ്ങനെ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാതെ വന്നതിൻ്റെ ഒരു നിരാശ കൊണ്ടായിരിക്കാം അദ്ദേഹം അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്നത്. ഇതൊരു പരീക്ഷണ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി ആ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിന് ഉതകുന്ന രീതിയിൽ മനോഹരമായിട്ട് തീർന്നേനെ. എല്ലാം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അദ്ദേഹം വളരെ മനോഹരമായിട്ട്, അതായത് ആ ക്രൂവൽറ്റി ഒട്ടും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ ഇത് വരുത്താതെ പക്ഷേ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ കൃത്യമായിട്ട് വരുത്തിയിട്ട് ആ ക്രൂവൽ പേഴ്സൺ എന്നുള്ളത് വളരെ ഒതുക്കത്തോടുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബാക്കി ഓരോ കഥാപാത്രങ്ങളും പുതിയ ആക്ടേഴ്സിനെ കുറച്ചൊരു പരിചയക്കുറവ് കാണുന്നുണ്ടെങ്കിലും എല്ലാവരും അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ അഭിലാഷിൻ്റെ ഈ പരീക്ഷണ സിനിമ കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ അവാർഡുകളിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.